ഇടുക്കി ജില്ലയിൽ പൊതുശുചീകരണ പരിപാടികൾക്ക് തുടക്കം. മാർച്ച് 31 വരെ നീണ്ടുനിൽക്കുന്ന ശുചീകരണ പരിപാടികളുടെ ഉദ്ഘാടനം ഇടുക്കി ഗവൺമെന്റ് കോളേജിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയെ വൃത്തിയാക്കുന്നതിനുള്ള ജനകീയ പ്രചരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഇടുക്കി ഗവൺമെന്റ് കോളേജ് അക്കാഡമിക് ബ്ലോക്കിലായിരുന്നു ചടങ്ങ്. പരിസ്ഥിതി ശുചിത്വം സംബന്ധിച്ച അശ്രദ്ധ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഗാന്ധിയൻ ചിന്തകളിലൂന്നിയ പ്രവർത്തനങ്ങളുടെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെയാണ് മാലിന്യമുക്ത നവകേരളം പ്രചരണ പരിപാടിയെ സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് 30 വരെ നീളുന്ന പ്രചരണ പരിപാടിയിൽ മുഴുവൻ ജനങ്ങളും പങ്കെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹരിത കലാലയങ്ങൾ, ഹരിത ടൂറിസം കേന്ദ്രം മാതൃക, ഹരിത സ്ഥാപനം എന്നിവയുടെ പ്രഖ്യാപനങ്ങളും മന്ത്രി നടത്തി. മാലിന്യമുക്ത കേരളം നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള ഈ ക്യാമ്പയിൻ ഇവിടെ ആരംഭിക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അതിന് ഇത്ര പ്രസക്തി വരുന്നത്? കൊച്ചുകുട്ടികളടക്കം, കോളേജ് വിദ്യാർത്ഥികളടക്കം, എംപ്ലോയീസ്, നമ്മുടെ എല്ലാ ജനതയും വലിയ പ്രാധാന്യം ഇതിന് നൽകണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചത് വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്. ഇപ്പം മാലിന്യവിമുക്ത കേരളത്തിനുള്ള സമഗ്രമായ ഒരു ക്യാമ്പയിനാണ് ഇന്ന് തുടങ്ങുന്നത്. ഒക്ടോബർ 2 ആരംഭിക്കുന്ന ഈ ക്യാമ്പയിൻ 2025 മാർച്ച് 30 വരെ. ഒരുപക്ഷെ ഇത്ര നീണ്ട ഒരു ക്യാമ്പയിൻ ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയം. അപ്പോൾ ഒരു ദിവസം കൊണ്ടാകാവുന്നതല്ല. പരിശ്രമകരമായിട്ടുള്ള വലിയ നേട്ടം കൈവരിക്കാൻ ധാരാളം ദിവസങ്ങൾ നമുക്ക് വേണ്ടി വരും. നല്ല അവയർനെസ് കൊടുക്കേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ സാധിക്കുക. ഇതിൻ്റെ അപകടത്തിലേക്ക് വന്നാൽ നമുക്കുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ എത്തിക്കാനായിട്ട് കഴിയുന്ന ക്യാമ്പയിനായി തന്നെ ഇതിനെ മാറ്റേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് രാഷ്ട്രീയ ഭേദമില്ലാതെ, ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ ക്യാമ്പയിനിൽ എല്ലാവരും ഒത്തുചേരുന്നത്. മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. സംസ്ഥാന വ്യാപകമായി ഇന്ന് ആരംഭിക്കുന്ന ഈ ക്യാമ്പയിൻ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ജനകീയ ക്യാമ്പയിനായി മാറുകയാണ്. ഹരിത കലാലയങ്ങളിൽ തൊടുപുഴ ന്യൂമാൻ കോളേജും ഉൾപ്പെടും. ഇടുക്കി ഹിൽവ്യൂ പാർക്ക് ഹരിത ടൂറിസം കേന്ദ്രമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. കട്ടപ്പന GST ജോയിന്റ് കമ്മീഷണർ ഓഫീസാണ് മാതൃക ഹരിത സ്ഥാപനം. യോഗത്തിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CB വർഗീസ്, വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാജ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ശുചിത്വ മിഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ്. 6000 സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൻസ്, ഫർണിഷിംഗ്സ്, മാട്രസ്, ഫ്ലോർ മാറ്റുകൾ, ബ്ലൈൻഡ്സ്, വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയാർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം. കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ്. ചേർക്കോട്ട് ഫർണിഷിംഗ്സ്, ബൈപാസ് റോഡ്, തൊടുപുഴ, പെരുമ്പാവൂർ, തൃശൂർ, അങ്കമാലി. An assortment for all your needs.